ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യലി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. കൂടെ തന്നെ ചിക്കൻ മഞ്ചൂരിയനും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയുമാണ് ഉണ്ടാക്കിയെടുക്കാനായി. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഈ ഒരു റെസിപ്പി ലഞ്ച് ബോക്സിലേക്കും അതുപോലെ തന്നെ സൽക്കാരങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജ് റെസിപ്പി തന്നെയാണ്. കൂടെ തന്നെ ചിക്കൻ മഞ്ചൂരിയനും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് വീട്ടിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു വെജിറ്റബിൾ റൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് കുതിർക്കാനായിട്ട് നമ്മൾ 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് വെക്കണം. ഞാനിവിടെ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയെടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു തുടം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞിട്ട് വെക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മീഡിയം സൈസിലുള്ള 2 സവാളയും കൂടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയിട്ടെടുക്കുക. സവാള നമ്മൾ ഒരുപാടങ്ങ് വഴറ്റിയിട്ട് എടുക്കരുത്. ഒരു മീഡിയം സൈസിൽ വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇത് നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർത്തിട്ട് കൊടുക്കുന്നത്. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല ക്യാരറ്റ് ചേർത്തിട്ട് കൊടുക്കണം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് നൈസായി കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് കട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെജ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെ കാണാനും മൊഞ്ചുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ടെടുക്കാം. ഒരുപാട് ക്യാരറ്റ് നമ്മൾ ഇതിലോട്ട് ആഡാക്കിയിട്ട് എടുക്കരുത്. നമ്മളിവിടെ ഒരു 3-4 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് എല്ലാം നമ്മളുടെ ഇഷ്ടം പോലെ എത്ര വേണേലും എടുക്കാം. ഒരു പക്ഷേ കൂടുതലായിട്ട് പോയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ ഗ്രീൻ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് നൈസായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഏത് വെജിറ്റബിൾസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. റെഡോ ഗ്രീനോ ഒക്കെ ക്യാപ്സിക്കം നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് എരിവിന് ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചൊക്കെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ ചേർത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ഗരം മസാലപ്പൊടി കൂടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചിക്കൻ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുപോലെ തന്നെ അതിലോട്ട് ഒരു ഇച്ചിരി സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കാണ്ട് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളൊരു 3/4 വേവ് വരെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. കൂടുതൽ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ചോറിലേക്ക് നമ്മൾ ആഡ് ആക്കുന്ന ഒരു ടൈമിൽ ഒരു 3/4 വേവ് വരെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അവിടെ ഞാനിതാ ഇതെല്ലാം കോരി മാറ്റി എടുത്തിട്ടുണ്ട്. എല്ലാം ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു മഞ്ചൂരിയൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ പച്ചമുളക് നെറുകെ കീറിയിട്ടുള്ളത് ഒരു 5 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയും അതുപോലെ നെടുകെ പുലർന്നിട്ടുള്ള ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി മൂപ്പിച്ചിട്ടെടുക്കാം. അതുപോലെ ഒരു തുടം വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അതിലോട്ട് നമ്മൾ ക്യാപ്സിക്കവും കൂടെ ചേർത്തിട്ട് കൊടുക്കുക.
ഈ ഒരു കറി നല്ല തിക്നെസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മാത്രം കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു സവാളയും ക്യാപ്സിക്കും എല്ലാം വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഇതിലോട്ട് നല്ല ടേസ്റ്റിനായിട്ട് ഒരു 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതൊരു തിളച്ച് വരുമ്പോൾ ആ ഒരു കോൺഫ്ലോറിൻ്റെ ആ മിക്സ് ഒന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കോൺഫ്ലോർ ചേർത്തിട്ട് കൊടുത്താൽ ആ ഒരു രുചി മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് 1 കിലോ ചിക്കനിലേക്ക് നമ്മൾ ചേർത്തിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാനായിട്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ അടപ്പൊന്ന് തുറന്നിട്ട് മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്, ഏകദേശം 10 മിനിറ്റ് മാത്രം എടുക്കും. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ട് അരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അരി നമ്മൾ സ്പൈസസ്, ഓയിൽ, ചെറുനാരങ്ങ ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചത്. അതിലോട്ട് നമ്മൾ ആ അരി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഊറ്റിയിട്ടെടുക്കുവാണ്. ഇനി നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് നമ്മൾ ഇതിലേക്ക് മാറ്റി കൊടുക്കുവാണ്. അതൊരു ചെറിയ പാത്രമായതുകൊണ്ട് നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുവാണ്. ഇനി നമ്മൾ വെജിറ്റബിൾസ് ആദ്യം ചേർത്തിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കുക. അങ്ങനെ ഇത് ലെയറായിട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇതുപോലെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പീസാക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എല്ലില്ലാത്ത കഷ്ണങ്ങൾ നമ്മൾ ആ ഒരു ചിക്കനും കൂടെ ഇതിലോട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലെയറായിട്ട് നമ്മളുടെ വെജിറ്റബിൾസ് റൈസ് ഇവിടെ തയ്യാറാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ വേണമെന്നില്ല. വെജ് ഫ്രൈഡ് റൈസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെജ് ഫ്രൈഡ് റൈസ് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം നമ്മൾ ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ ഇട്ടില്ലേലും ഈ ഒരു വെജ് ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ലാസ്റ്റായിട്ട് നമ്മൾ വയലറ്റ് ക്യാബേജ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. അതും കൂടെ ചെയ്തിട്ട് കൊടുത്താൽ നല്ലൊരു കളർഫുള്ളാണ്. വെജിറ്റബിൾസ് ബിരിയാണി നല്ലൊരു കളർഫുള്ളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് വയലറ്റ് ക്യാബേജ് ഇട്ട് കൊടുത്താൽ. അതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം എല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു ഫ്രൈഡ് റൈസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ വെജ് ചിക്കൻ ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നമ്മൾ ഇവിടെ തയ്യാറാക്കുവാണ്. കാണാനും നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 2 ടീസ്പൂണ് സോയാ സോസ് ചേർത്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ നല്ല മൊഞ്ചിനായിട്ടും ടേസ്റ്റിനായിട്ടും മല്ലിയിലും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. പുതിനയില ചേർത്തിട്ട് കൊടുക്കേണ്ട. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മുകളിൽ ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉടഞ്ഞു പോവാണ്ട് മെല്ലെ ഇളക്കിയിട്ട് ഈ ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് ചിക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ രാവിലേക്ക് എണീറ്റ് വരുന്ന ലഞ്ച് ബോക്സിലേക്ക് തയ്യാറാക്കാനായിട്ട് പെട്ടെന്ന് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. കൂടെ തന്നെ നമ്മൾ ഗോബി മഞ്ചൂരിയനോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മഞ്ചൂരിയനോ എല്ലാം ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കുക. ബെല്ലിനും കൂടി ഒന്ന് അമർത്തിയേക്കുക. ലൈക്ക് അമർത്താൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കി നോക്കിയാത്തവരോടാണ് കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ മഞ്ചൂരിയനും ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇത് ഈ കറിയില്ലാണ്ട് തന്നെ വെജിറ്റബിൾസിൻ്റെ ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ലഞ്ച് ബോക്സിലേക്കാവുമ്പോൾ നമ്മൾ കറിയില്ലാണ്ട് ഇതുപോലെ വെജായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണേ. അതുപോലെ നമ്മൾ ഇനി വ്യത്യസ്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.